ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കലാത്തിയ സെബ്രിന എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണേ. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ഉള്ള ഒരു ഇടകലർന്ന ഒരു കളറാണേ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കലാത്തിയ കുടുംബത്തിൽപ്പെട്ട ചെടിയാണ്. അപ്പോൾ കലാത്തിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നല്ല ഒരു ഇൻഡോർ പ്ലാന്റാണ്. പിന്നെ പ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പക്ഷേ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി വെക്കാൻ പാടില്ല. കാരണം ചെടിയുടെ ഇലകളൊക്കെ ഉണങ്ങിപ്പോവും. പിന്നെ ചൂട് കൂടുതലായ സമയങ്ങളിൽ എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ്. ഈർപ്പം എപ്പോഴും അന്തരീക്ഷത്തിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈർപ്പമൊക്കെ അടിച്ച് നല്ല പ്രകാശമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ചട്ടി നിറച്ച് തൈകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ പ്രത്യേകിച്ച് വേറെ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. വെള്ളം കെട്ടിക്കാനും പാടില്ല. അപ്പോൾ അതിനായിട്ട് കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, മേൽമണ്ണ്. ഇനി മേൽമണ്ണ് നല്ലതല്ലാത്തവർക്ക് പെർലൈറ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ വരുന്നത് ഫംഗസ് ബാധയാണ്. അത് നമ്മൾ ഈർപ്പം കൂടിപ്പോയിട്ട് വെള്ളം നനവ് കൂടിപ്പോയിട്ടും വെളിച്ചം കുറഞ്ഞു പോയിട്ടും ഒക്കെ വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വളം കൊടുക്കുന്നതും ഒരു മാസത്തിൽ ഓരോ മാസത്തിലായിട്ട് കുറേശ്ശെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിനകത്തിപ്പോൾ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് ജൈവവളമായിട്ടും ഒക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ വലിയ കെയറിങ് ഒന്നും അത്യാവശ്യം ഇല്ലാത്തൊരു ചെടിയാണ്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റും കൂടെയാണ്. നമ്മുടെ സിറ്റ് ഔട്ടിലായാലും ബാത്റൂമിൽ നല്ല വെളിച്ചമുള്ള ബാത്റൂമാണെങ്കിൽ ബാത്റൂമിലും നല്ല വെളിച്ചമുള്ള കിച്ചൺ ആണെങ്കിൽ കിച്ചണിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് ഒരു ചെടിയെങ്കിലും നമ്മളെ വീട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണേ. അത്രയും നല്ല ഭംഗിയുള്ള ചെടിയാണ്. പിന്നെ വലിയ വിലയും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും പിന്നെ വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.